ടു എജുപോർട്ട്. എല്ലാരും അടിപൊളിയായി ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. ദേ നമ്മുടെ ക്രിസ്മസ് എക്സാം ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇലക്ഷന്റെ ഡേറ്റ് വന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ എക്സാമിന് അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഏകദേശം ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ 15-ാം തീയതിയിലേക്കായിരിക്കും എക്സാം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിസംബർ 1 തന്നെ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതണം. എക്സാം ഡേറ്റ് വരും. എല്ലാ എക്സാംസും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. റെഡി? അപ്പോൾ ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, നമ്മളൊരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ഗജാനൻ മാധവ് മുക്തിബോധ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു പേര്, ഒരു 3 പേര്, ഗജാനൻ മാധവ് മുക്തിബോധ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് നമ്മൾ പഠിച്ചത്, ജൻ ജൻ കാ ചെഹ്റ ഏക്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കവിത നോക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് തോന്നുന്നുണ്ടായിരിക്കും? ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞത് തന്നെയാണല്ലോ സെക്കൻഡ് സ്റ്റാൻസയിലും പറഞ്ഞത്. ഇത് ഒരേപോലത്തെ മീനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ മക്കളെ, എവറി സ്റ്റാൻസ, അതായത് എല്ലാ സ്റ്റാൻസേനകത്തും ഡിഫറെന്റ് കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്. ഒരു മീനിങ് അല്ല കൺവേ ചെയ്യുന്നത്. ഈ ഒരൊറ്റ ക്ലാസ്സിൽ മിസ് എന്ത് ചെയ്തുതരാം? ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ കംപ്ലീറ്റ് എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ജസ്റ്റ് 10 മിനിറ്റിൽ മിസ് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെഡി അല്ലേ? ഗജാനൻ മാധവ് മുക്തിബോധ് ആയിരുന്നു ആളുടെ പേര്. കംപ്ലീറ്റ് ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ മുക്തിബോധ് എന്ന് നിങ്ങൾ നന്നാക്കി പഠിച്ചു വെക്കണം. റെഡിയാണ്? ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ജനിച്ച കാര്യങ്ങൾ എവിടെയാണെന്നൊക്കെ നോക്കിയാൽ മതി. പേര് നിങ്ങൾ കറക്റ്റ് പഠിച്ചോ? റെഡി? ഇനി കംപ്ലീറ്റ് ആ ചാപ്റ്റർ എന്താണ് പറയുന്നത് എന്നാണ് മിസ് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുശേഷം ഓരോ സ്റ്റാൻസയിലും എന്താണെന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. റെഡി? ആദ്യം തന്നെ എന്താണ്? ജൻ ഏക് ഹി ദരാതൽ പർ ഗഡ ഹേ. ജനങ്ങൾ ഒരു ഭൂതലത്തിലാണ് താമസിക്കുന്നത്. ഉസ്കി പീഡായേം സമാൻ ഹേ. അവരുടെ എന്താണ്? അനുഭവങ്ങൾ സെയിം ആണ്. പീഡായേം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവമാണ് കേട്ടോ. ഓക്കെ, അവരുടെ അനുഭവങ്ങൾ ഒന്നാണ്. ഉസ്കി സോച്ച് ബി ഏക് ഹേ. ചിന്തകൾ ഒന്നാണ്. ഓർ ഉസ്കാ സംഘർഷ് ബി ഏക് ഹേ. സംഘർഷം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളും ഒന്നാണ്. ഇസി കാരൺ ജൻ ജൻ കാ ചെഹ്റ ഏക് ഹേ. ഈ കാരണം കൊണ്ടാണ് ജനങ്ങളുടെ മുഖം ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റെഡി? അടുത്തത്, ആം ജനതാ കെ കഷ്ട ദുഃഖ് സന്താപ് കാ ഓർ മൻ കി വേദന ചെഹ്റോം പർ പടിയും സുറിയോം കാ സമാൻ ഹേ. ജനങ്ങളുടെ, ആം ജനത, ആം ജനത എന്ന് പറഞ്ഞാല് സാധാരണ ജനങ്ങൾ. ആം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങളുടെ കഷ്ട ദുഃഖ സന്താപ് എന്താണ്? ഓർ മൻ കി വേദന, മനസ്സിന്റെ വേദനയും, ചെഹ്റോം പർ പടിയും സുറിയോം കാ സമാൻ ഹേ. മുഖത്ത് വന്നിട്ടുള്ള ചുളിവുകൾക്ക് സമാനമാണ്. ഇത് കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സെയിം കാര്യം മാത്രമാണ്. അന്യായിക്ക് വിരോധമേം ആവാസ് ഉഡാനെ വാലോം കാ ലക്ഷ്യ ഏക് ഹേ. അന്യായങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആൾക്കാരുടെ ശബ്ദം, എങ്ങനെയാണ് ശബ്ദം എന്ന് പറയുന്നത്? ശബ്ദങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യ ഏക് ഹേ. കണ്ടോ? ലക്ഷ്യ ഏക് ഹേ എന്നാ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ശോഷിതോം കെ സപ്നെ കാ ജൽത്ത ലാൽ സിതാര ഏക് ഹേ. ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ സ്വപ്നങ്ങളിൽ ജ്വലിക്കുന്ന ചുവന്ന നക്ഷത്രം എന്താണ്? ഏക് ഹേ, ഒന്നാണ്. ഓക്കെ, ശോഷിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളവര് എന്നാണ് കേട്ടോ. അടുത്ത നോക്കിയേ, മാനവ് ജീവൻ നദിയോം സേ ജുഡാ ഹേ. ആ കവിതയിൽ നദീനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കും, എന്തിനാ ഈ കവി ഇതിന് ഇടയ്ക്ക് ഒരു നദികളെ കൊണ്ടുവന്ന് വെച്ചത് അല്ലെ? നദീന്റെ ആവശ്യം അവിടെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? എന്തിനാണ് അത് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്? മാനവ് ജീവൻ നദിയോം സേ ജുഡാ ഹേ. മനുഷ്യ ജീവിതം നദിയിലാണ്, നദിക്കരയിലാണ് എന്ത്? ജുഡാ ഹേ, ആരംഭിച്ചിരിക്കുന്നത്. സോറി, ജുഡ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മനുഷ്യജീവിതം നദികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റെഡി? അടുത്ത നോക്കിയേ, മാനവ് സംസ്കൃതി കാ ഉദയ് और विकास नदियों के तट पर हुआ था. മാനവ് സംസ്കൃതി, മനുഷ്യ സംസ്കാരം. സംസ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരമാണ്. മനുഷ്യ സംസ്കാരം എങ്ങനെയാണ്? ഉദയ്, മനുഷ്യ സംസ്കാരത്തിന്റെ ഉദയവും വികാസവും. കണ്ടോ? ഉദയ് ഒന്നാമത്തത്, രണ്ടാമത്തത് വികാസം. എവിടെയാണ്? നദിയോം കെ തടുപ്പർ. നദിയോം കെ തടുപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദീതടം, നദീതടത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലിയെ, അതിനെ കൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്?
നദിയോം കെ ബഹാവ് കോ ജീവൻ കാ പ്രവാഹ കഹാ ഹേ. നദികളുടെ ഒഴുക്ക് ജീവിത പ്രവാഹവുമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നദികളുടെ ഒഴുക്ക് ജീവിത പ്രവാഹം പോലെയാണെന്ന് പറഞ്ഞില്ലേ? അതിനെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നദീനെ മെൻഷൻ ചെയ്തത് കവിതയില്? മനുഷ്യ ജീവിതം ആരംഭിച്ചത് തന്നെ നദിക്കരയിലാണ്. നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്താണ് കുറെ നദീതട സംസ്കാരങ്ങളൊക്കെ, സിന്ധു, നൈൽ നദി അല്ലേ? അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ആരംഭഘട്ടം എവിടുന്നാണ്? നദിക്കരയിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് കവിതയിൽ കവി എന്ത് ചെയ്തിരിക്കുന്നേ? നദി മെൻഷൻ ചെയ്തിരിക്കുന്നേ. സെറ്റാണ്. റെഡി അല്ലേ? ഇനി ഇത് ഇപ്പൊ മിസ് പറഞ്ഞു തന്നത് എന്താണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ഒരു മീനിങ് മാത്രമാണ്. ഇനിയാണ് മിസ് പറയാൻ പോകുന്നത് മക്കളെ. കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. അതായത് ഓരോ സ്റ്റാൻസയിലും കവി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടല്ലാതെ അടുത്തൊരു മീനിങ്ങും കൂടെ അവിടെ കൺവേ ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് കവി ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, അതായത് എഴുതേണ്ടത്. റെഡി ആണല്ലോ? അങ്ങനെ കവി ഉദ്ദേശിച്ച അർത്ഥം എന്താണ് എന്നാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ പക്ക ഓരോ സ്റ്റാൻസയിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റും. മിസ്സാ പറയുന്നത്. ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യത്തെ നോക്കിയേ. ഫസ്റ്റ് സ്റ്റാൻസിലൊക്കെ എന്താ പറഞ്ഞേ? चाहे इंसान किसी भी देश या प्रदेश का क्यों न हो सभी का चेहरा एक जैसा है. ഒരു മനുഷ്യൻ, നമ്മൾ കവിത തന്നെയാണ് കേട്ടോ പറയുന്നത്. ഒരു മനുഷ്യൻ എവിടെ ഏത് പ്രദേശത്തു നിന്നോ ഏത് ദേശത്തു നിന്നോ ആയിക്കോട്ടെ, പക്ഷെ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നേ? സബി കാ ചേഹര ഏക്. എല്ലാവരുടെയും മുഖം ഒന്നാണ്. മനുഷ്യൻ ഏത് കോണിൽ നിന്നാണെങ്കിലും ലോകത്തിന്റെ എവിടെ നിന്നാണെങ്കിലും മുഖം ഒന്നാണ്. കവി എന്താ അവിടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം? എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ നൽകുന്ന ഒരു മീനിങ്? അതാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യഹ് മാനവതാക്കി ഏകതാക്കോ ദർശദാഹേ. മനുഷ്യന്റെ ഏകതയാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ ആ വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ വരിയിലെ വേർഡ്സ് തന്നെ എടുത്ത് എഴുതുകയല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സെറ്റ് ആണല്ലോ? അടുത്തേ നോക്കിയോ. दुनिया के किसी भी हिस्से में रहो, एशिया, यूरोप या अमेरिका, സബ് പർ ഏക് ജൈസി ധൂപ് പടുത്തി ഹേ. ദുനിയാവിന്റെ ഏത് കോണിലും ആയിക്കോട്ടെ ലോകത്തിന്റെ, എന്താ പറഞ്ഞിരിക്കുന്നേ? ഏഷ്യയിലോ യൂറോപ്പിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്താണ്? സബ് പർ ഏക് ജൈസി ധൂപ് പടുത്തി ഹേ. എല്ലായിടത്തും ഒരൊറ്റ വെയിലാണ് പരക്കുന്നത്, വെയിലാണ് ഉദിച്ചു വരുന്നത്. ഓക്കെ, അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? യഹാം പ്രകൃതി സബ്കോ സമാൻ മാൻതി ഹേ. പ്രകൃതി എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നൊരർത്ഥം വരുന്നുണ്ട്. വേറൊരർത്ഥം ഇവിടെ മിസ് പറഞ്ഞു തരാം അവിടെ. അതായത് ഈ വെയിലിനെ കുറിച്ച് പറയുന്നിടത്ത് രണ്ടർത്ഥമുണ്ട്. ഒരെണ്ണം പ്രകൃതി ഒരുപോലെ കാണുന്നു എല്ലാ മനുഷ്യരെയും. അടുത്ത എന്താണെന്നറിയാവോ? വെയില്, തെരുവുകളിലെ വെയില് എന്ന് പറയുന്നത് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ആയിരിക്കാം. രണ്ടാമത്തെ അർത്ഥം. ഓക്കെ, ഒരെണ്ണം പ്രകൃതി ഒരുപോലെ കാണുന്നു, അടുത്തത് ഈ വെയിൽ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കഷ്ടപ്പാടാണ്. സെറ്റാണല്ലോ? അടുത്ത വഞ്ചി നോക്കിയേ. ദുഃഖ കഷ്ട और जीवन की कठिनाइयां हर इंसान को प्रभावित करती है. എന്താ പറഞ്ഞിരിക്കുന്നേ? ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം എന്താ ചെയ്തിരിക്കുന്നേ? കഠിനായി, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഹർ ഇൻസാൻ കോ പ്രഭാവിത് കർത്തി ഹേ. എല്ലാ ഇൻസാൻ മനുഷ്യന്മാരെയും പ്രഭാവിത് ബാധിക്കുന്നുണ്ട് അല്ലേ? ഒരാൾക്ക് മാത്രമൊന്നല്ലല്ലോ ലോകത്ത് പ്രശ്നങ്ങൾ, എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ അടുത്തൊരു അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നത്? സബ്കെ ചെഹരെ പർ ദഖാൻ ഓർ സുരിയോം കാ രൂപ് സമാൻ ഹോത്താ ഹേ. എല്ലാവരുടെ മുഖത്തുണ്ടാവുന്ന ക്ഷീണത്തിന്റെയും ചുളിവുകളുടെയും ആ ഒരു രൂപം എന്താണ്? ഒന്നാണ്. रेडी, नेक्स्ट നോക്കിയേ. जब लोग दृढ़ निश्चय करते हैं तो सबकी मुठियां एक ही उद्देश्य के लिए उड़ती है. എന്താ പറഞ്ഞിരിക്കുന്നേ? ജബ് ലോഗ്, എപ്പോഴാണോ ജനങ്ങള് ദൃഢനിശ്ചയ കർത്തേ ഹേ, ദൃഢനിശ്ചയം ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണ്? സബ്കി മുഠിയാം, എല്ലാവരുടെയും മുഷ്ടികൾ. മുട്ടി എന്തായിരുന്നു? മുഷ്ടിയാണ്. മുഷ്ടി എന്താണ്? ഏക് ഹി ഉദ്ദേശ കേ ലിയേ ഉടുത്തി ഹേ, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഉയർത്തുന്നത് അല്ലേ? എന്താണ് അവിടെ അടുത്തൊരു മീനിങ് വരുന്നത്? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് മീനിങ്. യഹ് സംഘർഷ് ഓർ ഏക് ജുഡതാ കി ശക്തി കോ ദർശദാ ഹേ. ഇത് യഹ് സംഘർഷ്, സംഘർഷത്തിന്റെയും ഏക് ജുഡത, ഒരു ഐക്യത്തിന്റെയും എന്താണ്? ശക്തി കോ ദർശദാ ഹേ, ശക്തിയെയാണ് അവിടെ കാണിക്കുന്നത്. റെഡി ആണല്ലോ? അടുത്തത് പൂരി ധർത്തി പർ ഫൈലി മാനവത ഏക് ഹേ. പൂരി ധർത്തി, എല്ലാ ലോകത്തിലെ എല്ലായിടത്തും ഉദിച്ചു വരുന്ന പരക്കുന്ന വെയിൽ എന്താണ്? സോറി, ഫൈലി മാനവത, മനുഷ്യത്വം എന്താണ്? ഒന്നാണ്. മാനവത എന്ന് പറഞ്ഞാല് മനുഷ്യത്വം. റെഡി?
ഫൈലി എന്ന് പറഞ്ഞാൽ പരക്കുന്ന. ഓക്കെ, പരക്കുന്ന മനുഷ്യത്വം. ഏക് ഹേ ഒന്നാണ്. സബ് ലോഗ് മിൽക്കർ ഏക് ഹി പക്ഷ് ബനാത്തെ ഹേ, എല്ലാ ജനങ്ങളും കൂടെ ഒരൊറ്റ പക്ഷമായിട്ടാണ് നിലകൊള്ളുന്നത്. ഏക് ഹി പക്ഷ്, കണ്ടോ, ഏക് ഹി പക്ഷ് എന്ന് പറഞ്ഞാല് ഒരൊറ്റ പക്ഷമായിട്ടാണ്, ഗ്രൂപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. യഹാം മാനവ് ഏകതാ കാ സന്ദേശേ, മനുഷ്യന്റെ ഐക്യത്തിന്റെ, ഏകതയുടെ ഒരു സന്ദേശമാണ്. റെഡി ആയല്ലോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? എല്ലാ സ്റ്റാൻസയിലും വരികളിലും രണ്ടാമതൊരർത്ഥം കവി കൺവേ ചെയ്തിട്ടുണ്ട്. അത് വേണം നിങ്ങൾ പഠിച്ചു വെക്കാൻ. അത് മനസ്സിലാക്കി നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ സെറ്റാണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന്. റെഡി, ലാസ്റ്റിലേക്ക് നോക്കിയോ. ജൽത്താ ഹുവാ ലാൽ സിതാര ക്രാന്തി ഓർ സംഘർഷ് കാ പ്രതീക് ഹേ. ജൽത്താ ഹുവാ ലാൽ സിതാര എന്തിന്റെ പ്രതീകമാണ്? സംഘർഷ് കാ പ്രതീക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് എന്ന് പറയുന്നത് സംഘർഷത്തിന്റെ പ്രതീകമാണ്. യഹ് ജനതാ കോ ജാഗരൂക് കർനെ വാലാ സഖേ യഹാം ജൻശക്തി ഓർ ചേതന കോ ദിക്കായാ ഹേ. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ചുവന്ന നക്ഷത്രം എന്ന് പറയുന്നത് ജൻശക്തി, ഇതേ കണ്ടോ, ജനശക്തിയുടെയും ചേതനാക്കോ ദിക്കായാ ഹേ, ഒരു രൂപമാണ് അവിടെ കാണിച്ചു തരുന്നത്, ജനശക്തിയുടെ. സെറ്റാണ്. നെക്സ്റ്റ്, ഗംഗ ഈരാവതി മിനാം നദിയോം കി തര ഹർ ജഗ മാനവത ബെച്ചൈൻ ഹേ. ഗംഗയെയും ഈരാവതിയെയും മിനാമിനെയും ഒക്കെ പോലെ നദികളാണ്. നദികളെ പോലെ എന്താ ചെയ്യുന്നത്? നദിയോം കി തരഹ്, തരഹ് എന്ന് പറഞ്ഞാൽ പോലെ, നദികളെ പോലെ. ഹർ ജഗ മാനവത ബെച്ചൈൻ ഹേ, എല്ലായിടത്തും മനുഷ്യത്വം എന്താണ്? ഒഴുകുന്നുണ്ട്. എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? യ സമ്പൂർണ്ണ മാനവ് സമാജ് കി വ്യാകുലതാ കോ ദർശതാ ഹേ. നദീനെ പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തിനാണ് കവിതയിൽ? എന്തിനു വേണ്ടിയിട്ടാണ് നദികളെ മെൻഷൻ ചെയ്തത്? നദി ഒഴുകുന്നു, മനുഷ്യ ജീവിതം ഒഴുകുന്നു എന്ന് വേണം മനസ്സിലാക്കി വെക്കാൻ. നദി ഒഴുകുന്നു വേദനയോടെ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്താണ് ഉദ്ദേശിച്ചത്? യ സമ്പൂർണ്ണ മാനവ്, ദേ യ സമ്പൂർണ്ണ മാനവ് സമാജ് കി വ്യാകുലതാ കോ ദർശതാ ഹേ. സമ്പൂർണ്ണ സമാജ്, സമൂഹത്തിന്റെ മൊത്തം എന്താണ്? വ്യാകുലത, ടെൻഷൻ, ഒരു മൊത്തം ഒരു എന്താണ്? ഒരു വേവലാതിയെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, വേവലാതി അല്ലെങ്കിൽ എന്താണ്? പേടി, ടെൻഷൻ. ഓക്കെ, കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് എന്താണ്? നീൽ, ആമസോൺ और मिसौरी जैसी नदियों में भी जीवन की धारा वेदना के साथ बह रही है. നൈൽ നദിയും ആമസോൺ നദിയും മിസൗരി നദിയും ഒക്കെ എങ്ങനെയാണ് ഒഴുകുന്നത്? വേദന കെ സാത്ത് ബഹ് രഹി ഹേ, വേദനയോടെയാണ് പാടി ഒഴുകുന്നുണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അവിടെ? ദുഃഖ് ദർദ് കെ ബാവജൂദ് ജീവൻ നിരന്തർ ബഹ്താ ഹേ. ദുഃഖത്തിലും കഷ്ടപ്പാടിലും എന്ത്? ജീവിതം അവസാനിക്കുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല. നിരന്തർ ബഹ്താ ഹേ, നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിരന്തരമായി ബഹ്ത ഒഴുകുന്നു അല്ലെ, എവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല. നദികള്, നൈൽ നദിയും ആമസോൺ നദിയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, മനുഷ്യ ജീവിതം ഒഴുകുന്നുണ്ട്, എവിടെയും സ്റ്റെക്ക് ആവുന്നില്ല എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. റെഡി ആണല്ലോ? ഇങ്ങനെ വേണം മക്കളെ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. റെഡി ആണല്ലോ? എല്ലാത്തിലും കവി രണ്ടാമതൊരു അർത്ഥമാ പറഞ്ഞിരിക്കുന്നേ. കണ്ടോ, ഇത് രണ്ടും നിങ്ങൾ പക്ക ക്ലിയർ ആക്കി പഠിച്ചു വെച്ചോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? വലിയൊരു കവിത ജസ്റ്റ് 10 മിനിറ്റിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. റെഡി? യെസ്.